അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട OP കുഞ്ഞിപ്പ സാഹിബ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് നിജാസ്, മഹത്തായ ഈ സമ്മേളനത്തിൽ വന്നെത്തിയ സഹോദരന്മാർ, മുഹിബ്ബീങ്ങളായ മോമിനുകൾ, സഹോദരിമാർ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാക്കൾ മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദീനീ ദൈവത്തിൻ്റെ കാര്യം അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. പിന്നീട് ആ കാര്യം നിർവഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായ ഉലമാക്കളാണ്. ഈ ഉലമാക്കളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ അറിവും നേതൃത്വത്തിനാവശ്യമായ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ കരാർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന, നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ സന്ദേശം നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. അതിൽ യാതൊരു നിലയിലുള്ള കളങ്കമോ വക്രതയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതേ കരാറ് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാരുടെ മക്കൾ, അതായത് നമ്മുടെ മുതഅല്ലിമീങ്ങളിൽ നിന്നും. അവർ വളരെ സൂക്ഷ്മമായി ഈ കാര്യങ്ങൾ പഠിക്കുകയും പഠിച്ചത് രേഖപ്പെടുത്തുകയും എന്നിട്ട് വരുന്ന തലമുറക്ക് ഇത് കൈമാറുകയും ചെയ്യുക എന്നുള്ളത്. 13 വർഷക്കാലം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിച്ച ശേഷം മക്കയിൽ ജീവിച്ചു, നബിയും റസൂലുമായി. 10 വർഷക്കാലം മദീനത്തും താമസിച്ചു. ആ താമസിക്കുന്നതിനിടയിൽ പരിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനം സഹാബിമാരാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത്. സഹാബിമാരാണ് ഈ കാര്യം നിർവഹിക്കാൻ മുന്നോട്ട് വന്നത്. യുദ്ധത്തിനോ മറ്റാവശ്യത്തിനോ വേണ്ടി അവർ പുറത്തു പോവുകയാണെങ്കിൽ ആ സമയത്ത് പോലും റസൂലുള്ളാഹിൻ്റെ കൂടെ ഇവരുണ്ടായിരുന്നു. യുദ്ധത്തിന് വേണ്ടി മാത്രം പോവുകയല്ല, പിന്നെ അതാത് സന്ദർഭങ്ങളിലുണ്ടാകുന്ന വിഷയങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് പോകും എന്നർത്ഥം. അങ്ങനെ 23 വർഷക്കാലം കൊണ്ട് ഇറക്കപ്പെട്ട ഖുർആൻ, ആ ഖുർആനെ നന്നായി പഠിക്കുകയും വിശദമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. 23 വർഷം പൂർത്തിയാകുന്ന ആ സന്ദർഭം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. അതാണ് ഹജ്ജത്തുൽ വിദാ. വിടവാങ്ങുന്ന തങ്ങളുടെ പ്രസംഗം അറഫയിൽ വെച്ച് പ്രസംഗിച്ചു. ഹജ്ജുൽ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹജ്ജ് മാസം 10-നും പ്രസംഗിച്ചു. ദുൽഹജ്ജ് മാസത്തിൻ്റെ അയ്യാമു തശ്രീഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവസങ്ങളിലും തങ്ങൾ പ്രസംഗിച്ചു. ലോകത്ത് സമാധാനം നിലനിൽക്കുന്നതിനെ പറ്റിയാണ് അന്ന് തങ്ങൾ പറഞ്ഞത്.
മനുഷ്യൻ്റെ രക്തം, ഒരു മനുഷ്യൻ്റെ സമ്പത്ത്, അവൻ്റെ അഭിമാനം, അത് കാത്തു സൂക്ഷിക്കണം എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യർ ഒരാവർത്തിയല്ല, ഒരു 100 ആവർത്തി വായിക്കേണ്ടതാണ്. എന്നിട്ട് അവസാനം തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, ബല്യകൂ അന്നി വലവായ, എന്നെ തൊട്ട് ഒരായത്തെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. 1.25 ലക്ഷം വരുന്ന അംബിയാ മുർസലുകൾ, അതുപോലെ 1.25 ലക്ഷം വരുന്ന സഹാബിമാർ, ഹജ്ജത്തുൽ വിദായിൽ പങ്കെടുത്ത ആളുകളിൽ 10,000 പേര് മാത്രമാണ് മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒരു 12,000 പേര് മക്കത്തും പരിസരത്തുമായി. പിന്നെ ബാക്കിയുള്ളത് മുഴുവനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ബല്യകൂ അന്നി വലുവായ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കണം. മാലിക് ദീനാർ തങ്ങൾ വന്നു. 19 പള്ളികൾ കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കി ദീനീ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ആ പ്രവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ പ്രദേശത്ത് ഈ നാട്ടിൻ്റെ കഴിവിനനുസരിച്ച് വലിയ തോതിലുള്ള സംഭാവനകളാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദീനീ പ്രചരണ പ്രവർത്തനത്തിനു വേണ്ടി. ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ള പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് മദ്രസയിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ 6666 ആയത്ത് കാണാതെ പഠിച്ചു. കുറേ ആളുകൾ അത് കണ്ടിട്ട് നോക്കിയിട്ട് ഓതാൻ പഠിച്ചു. ഏതായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾ വളരെ മുമ്പിലാണ്. ആരാണിത് പഠിപ്പിച്ചത്? റസൂലുള്ള തന്നെ. തങ്ങളെ കൂടെ മദീനത്ത് തങ്ങളുള്ള സന്ദർഭം സുഫത്തിൻ്റെ ആൾക്കാർ വന്നിരിക്കും. ഓരോ ആയത്തിറങ്ങുമ്പോഴും അതിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ആ നിരക്കുള്ള പ്രവർത്തനം തുടർന്നു വന്നു അങ്ങനെ അവസാനം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ 90 വർഷം മുമ്പാണ് ഈ വിഷയം തങ്ങൾ. അത് കേട്ടപ്പോൾ സകല ആളുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുറപ്പെടാൻ ശ്രമിച്ചു. ഒരു ദിവസം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈമിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ വിശ്രമിക്കുകയാണ്.
ദീനീ അറിവുകൾ ദഅവത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായി എല്ലാ നിലയിലുള്ള സഹായങ്ങളും ചെയ്യാൻ നമ്മുടെ നാട്ടുകാരായ ആളുകൾ തയ്യാറാണ്. ഇവിടെ മാത്രമല്ല, മക്കത്തായാലും മദീനത്തായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും. എത്രയാണ് അതിന് കിട്ടുന്ന കൂലി എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധ്യമല്ല. അത്ര വലിയ കൂലിയാണ് അള്ളാഹു അതിന് വെച്ചിട്ട്. ലാ യഹ്ദിയ ബികല്ലാഹു റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരു മനുഷ്യൻ എന്നെ കൊണ്ട് നന്നായി തീർന്നാൽ അത് ദുനിയാവും അതിലുള്ളത് മുഴുവനും നേടുന്നതിനേക്കാണ് ഖൈറാണെന്ന് ഷഫീന റസൂലുള്ളാഹി. ഈ കാണുന്ന നമ്മുടെ സഹോദരന്മാരും അകലെയുള്ള സഹോദരിമാരും എല്ലാവരും ദീനിനെ സഹായിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ പള്ളി ഇവിടെ ഉണ്ടായത്, അതുകൊണ്ടാണ് മദ്രസകളുണ്ടായത്, അതുപോലെ നമ്മുടെ കുട്ടികളെ സംരക്ഷിച്ച് വളർത്താനുള്ള സൗകര്യം ഉണ്ടായത്. ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴയിൽ വലിയ സമ്മേളനം നടന്നത്. നീണ്ടു കടക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ധാരാളം ആളുകൾ പ്രസംഗിക്കാനുണ്ട്. 2-3 ദിവസങ്ങളായി അല്പം ക്ഷീണിതനുമാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ സലാഹുദ്ദീൻ ഫൈദി ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.